ഡയറി. യുകെയിൽ ധാരാളം മലയാളീസ് നഴ്സിംഗ് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവർക്ക് ഇവരുടെ കരിയർ ഒന്ന് പ്രോഗ്രസ് ചെയ്യണം, ഹയർ ബാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം NHS വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി കോഴ്സസും NHS ഫണ്ടഡ് ആണ്. അതുപോലെ തന്നെ ഹയർ ബാൻഡ് സാലറിയോട് കൂടി നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ NHS വർക്ക് ചെയ്യുമ്പോഴല്ല കിട്ടുന്നെങ്കിൽ അങ്ങനെ വേറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് കോഴ്സാണ് അഡ്വാൻസ്ഡ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന റോള്. ഈ കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ റോളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമുക്ക് ഈ റോളിൽ മോർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ലിൻസി ചേച്ചിനോട് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. ഹലോ ലിൻസി ചേച്ചി, ടെൽ മീ സ്റ്റാരിലോട്ട് സ്വാഗതം. ഞാനുണ്ടല്ലോ റീസെന്റ് കുറച്ച് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് യുകെയിൽ കുറേ നഴ്സുമാരുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നഴ്സിംഗ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് അവരുടെ കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മിനി ഡോക്ടറാണ് ചേച്ചി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേച്ചിയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. കാരണം ഞാനായിട്ട് മറ്റുള്ളവരോട് പറയണേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ഇപ്പോൾ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ടല്ലേ? അത് ഏകദേശം ഒരു ഡോക്ടറിൻ്റെതായിട്ടുള്ള, അതായത് ഒരു മിനി ഡോക്ടർ എന്നാണല്ലോ അതിന് പറയുന്നത്. ഇച്ചിരി തള്ളവരെന്ന് കുറച്ചാൽ മെഡിക്കൽ ടീമിലാണ്. ഇപ്പം നമ്മൾ അങ്ങനെ ട്രെയിൻഡ് മെഡിക്കൽ ടീമിലേക്കായി. ഈ പറയുന്ന പോലെ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയും. പല അഡ്വാൻസ് റോളുകളിൽ ഒരു റോളാണത്. ഇതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. എല്ലാം അഡ്വാൻസ്ഡ് റോളുകളാണ്. ഞാനിപ്പോൾ കാലിത്തറാസിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഈ പോസ്റ്റിലോട്ടേക്കാണോ വന്നത്? ആദ്യമോ നേഴ്സായിട്ടാണോ? എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? ഞാൻ നേരിട്ട് ഈ പോസ്റ്റിലേക്കല്ല വന്നത്. ഞാൻ എൻ്റെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്തു ഇന്ത്യയിൽ. ഒരു കാർഡിയക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ റെയിൽവേയിലായിരുന്നു കുറേ വർഷങ്ങൾ. അത് കഴിഞ്ഞ് ലീവ് എടുത്തിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വന്നത്. വന്നിട്ട് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു വന്നത്. വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ തന്നെയുള്ള കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നേരെ വന്ന് മാസ്റ്റേഴ്സിലേക്ക് ഇവിടെ കയറാനും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം വന്ന് നമ്മുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോഴ്സൊക്കെ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് 2010 സ്റ്റാർട്ട് ചെയ്തത്. നേരെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പോൾ ചേച്ചി ഇവിടെ നേഴ്സായിട്ടാണോ ഇവിടെ? അതെ, ഞാൻ നേഴ്സായിട്ടാണ് വന്നത്. അപ്പം നമ്മൾ നേരെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാനൊരു ഓവർസീസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ ഓവർസീസിന് ഫീ പേ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ സെൽഫ് ഫണ്ടഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് ഈ 5 വർഷത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. 5 വർഷം ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം 1-2 വർഷം ഇവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെയുള്ള കോഴ്സുകളുടെ. ഇപ്പം നാട്ടിലാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഇച്ചിരി നമ്മൾ പുറകിലേക്ക് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മാസ്റ്റേഴ്സിന് പോകണമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജോലിയും ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഫുൾ ടൈമറായിട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. ഈ നാട്ടിലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പാർട്ട് ടൈം മാസ്റ്റേഴ്സ് ചെയ്യാം. ഞാൻ ഇൻറ്റൻസീവ് കെയറിൽ തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഈ ജോലിയിലേക്ക് പകുതിയെ മൂവ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ പാർട്ട് ടൈം മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇയർ കൂടുതൽ എടുക്കും? 2 വർഷം, ഒരു വർഷത്തെ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കണം? ഇയർ കൂടുതൽ എടുക്കും. പിന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഫുൾ ടൈം മാസ്റ്റേഴ്സ് ചെയ്യാൻ ഈ കൺട്രിയിൽ റൂൾ അനുവദിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫുൾ സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 20 hours ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഇവിടെ വന്ന വർക്ക് വിസയിലാണ്. നമ്മൾ ആ ഒരു ടയർ 2 വിസയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ കോൺട്രാക്റ്റഡ് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോൾ മാസ്റ്റേഴ്സ് പാർട്ട് ടൈമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കണക്കിന് നല്ലതായി. കാരണം നമ്മുടെ വളരെ ചലഞ്ചിങ് ആൻഡ് ഡിമാൻഡിങ് ആണ് ഇവിടുത്തെ നേഴ്സിംഗ് ജോലി തന്നെ, പ്രത്യേകിച്ച് ഇൻറ്റൻസീവ് കെയറിലൊക്കെ. അതിപ്പോൾ എനിക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അന്നത്തെ റൂളല്ലല്ലോ, ഇപ്പോൾ കുറച്ചൊക്കെ മാറിയല്ലോ. ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? ഈ ജോലിയിലേക്ക് വരാൻ ഇപ്പം നമ്മൾ സെർട്ടൻ നോംസ് ഉണ്ട്. അത് നമ്മുടെ നാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയും. അപ്പം ആ നോം അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് സെൽഫ് ഫണ്ടഡ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
പക്ഷെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പം ഞങ്ങളുടെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു, എസ്പെഷ്യലി സ്കോട്ട്ലൻഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആരും നമ്മളതിനെ എൻകറേജ് ചെയ്യുകയൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു ഓവർസീസ് നേഴ്സ് എന്ന നിലയിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഗോഡ് ഫാദറോ അല്ലെ ഒരു സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ആരില്ല, ഗൈഡ് ചെയ്യാനും ആളില്ലായിരുന്നു. ഓൺലി തിങ് നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹം, പിന്നെ നമ്മുടെ നഴ്സിംഗ് കരിക്കുലം അതിലുള്ള ഒരു ട്രസ്റ്റ്. നമുക്ക് നല്ല ഇൻറ്റൻസ് ആണ് നമ്മുടെ കോഴ്സുകൾ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് വരുന്ന ഒരു കോൺഫിഡൻസ്. അപ്പം പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ദൈവകൃപ, അതുകൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഒത്തിരി മാറി. ഇപ്പോൾ NHS ഒത്തിരി ഈ വക പോസ്റ്റുകൾ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ഇനിഷ്യലി ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ കാർഡിയോതൊറാസിക്കിൽ വർക്ക് ചെയ്യുന്നു, ഒരു പൈനിയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പോസ്റ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഇൻറ്റൻസീവ് കെയറിലേക്ക് മാറി. പിന്നെ ഇങ്ങനെ പല സ്പെഷ്യാലിറ്റികളും അഡ്വാൻസ് റോളിലേക്ക് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി, ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പക്ഷേ ഇവിടെ തന്നെ ഫണ്ടിങ് ഉണ്ട്. ഇപ്പം നമ്മുടെ ലോക്കൽ ഗവർണൻസ് സിസ്റ്റം, ഇപ്പോൾ ഓരോ NHS ട്രസ്റ്റിനും അവരുടേതായ ഒരു ലോക്കൽ ഗവർണൻസ് ഉണ്ട്. അപ്പോൾ അവർ ഫണ്ട് ചെയ്ത് ഏത് സ്പെഷ്യാലിറ്റിയിലേക്കാണോ അവർക്ക് പ്രാക്ടീഷണേഴ്സിനെ ആവശ്യമെന്ന് വെച്ചാൽ അവരെ ട്രെയിനീസ് ആയിട്ട് റിക്രൂട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിപ്പോൾ നമ്മുടെ NHS വേക്കൻസിയിൽ വരുമോ? നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? NHS വേക്കൻസിയിലേക്ക് വരും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സെയിം വാർഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രയോറിറ്റി അല്ലേ, പ്രിഫറൻസ് കൊടുക്കുന്നു? അതൊരു പ്രയോറിറ്റി എന്ന് വെച്ചാൽ ലീഗലി ഒരു പ്രയോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പോസ്റ്റുകളൊക്കെ നാഷണൽ വേക്കൻസീസ് ആയിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവരും ഇൻ്റർവ്യൂവിന് വരുന്നവരും ഒക്കെ നമ്മുടെ തന്നെ ലോക്കൽ ഏരിയ ട്രസ്റ്റിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. പിന്നെ ട്രെയിനിങ് പോസ്റ്റിലേക്കൊക്കെ എപ്പോഴും അവരുടെ ഓൺ സ്റ്റാഫിനെയാണ് ട്രെയിനിങ്ങിന് എടുക്കുന്നത്. കാരണം നമ്മൾ ഈ വക റോളുകൾക്ക് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഹൗസ് ട്രെയിനിങ്. അപ്പം നമ്മുടെ ട്രെയിനിങ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ ഏരിയയിലാണ്, നോട്ട് ഇൻ യൂണിവേഴ്സിറ്റി. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചേരണം, മാസ്റ്റർ ലെവലിലുള്ള ലേണിംഗ് വേണം, എഡ്യൂക്കേഷൻ വേണം, അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ കോഴ്സിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ 1 year എക്സ്പീരിയൻസിൽ 2 year എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതെയോ? അപ്ലൈ ചെയ്യാൻ പറ്റും. 1 year എക്സ്പീരിയൻസ് 2 year എക്സ്പീരിയൻസ് ഒക്കെ ഒരു ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ ഈ അഡ്വാൻസ് റോളിലേക്ക് നമ്മൾ മോസ്റ്റ്ലി കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും നല്ലതാണ്. അപ്പോൾ നാട്ടിലേക്ക് വരുന്ന ഒരാൾക്കൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ഒരു നേരിട്ടൊരു റിക്രൂട്ട്മെൻറ്റ് ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പം നമ്മൾ റിക്രൂട്ടഡ് ആയി വരുന്നു. അതിനകത്ത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് NMCയുടെ രജിസ്ട്രേഷനാണ് വേണ്ടത്. NMCയുടെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ജോബിലേക്ക് അല്ലെങ്കിൽ റിലേറ്റഡ് ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ജോബിലേക്ക് ആവുക, രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ഈ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ വക റോളിലേക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ടൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഇല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വരാൻ പറ്റത്തില്ല. നഴ്സിംഗ് ആദ്യം നേഴ്സാവാം, ഇവിടെ UK വന്ന് നേഴ്സാവാം, എന്നിട്ട് നമുക്ക് ഹയർ ഓപ്ഷൻ അല്ലേ? നേഴ്സ് ആവണം നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് പ്രിഫറബിളി നേഴ്സിംഗ് ജോബ് ബാൻഡ് 5 നേഴ്സോ ബാൻഡ് 6 നേഴ്സോ ആയിട്ട് എങ്ങനെയാണോ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അതനുസരിച്ച് എന്നിട്ട് പിന്നെ ഈ മാസ്റ്റർ ലെവൽ റോളിലേക്ക് അപ്ലൈ ചെയ്യാം. ചേച്ചി ഇപ്പൊ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കേ ഇങ്ങനെ ഹയർ പോസ്റ്റിലോട്ട് പോകാനായിട്ടുള്ള ഒരു ടിപ്പ് എന്നതാ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി റെഡി ആവുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക, എനിക്ക് ഈ റോളിലേക്ക് പറ്റും എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കരിക്കുലം സിലബസും ഒക്കെ വളരെ ഇൻഡെപ്താണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നതുമായ ഇൻറ്റൻസ് കരിക്കുലം ആയതുകൊണ്ട് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഒരു അഡ്വാൻറ്റേജ് ആണത്. അതായത് ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ പഠിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ഇപ്പം ഇവിടുത്തെ മാറി വരുന്നുണ്ട്, അവർ കരിക്കുലം ഒക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, സിലബസ് ചേഞ്ച് ചെയ്ത് വരുന്നു. പക്ഷെ നമ്മളൊരു 3rd year ഒരു 4th year നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സും പല കോമ്പിറ്റൻസും ഇവർ അക്വയർ ചെയ്യുന്നത്, ഈ നാട്ടിൽ അക്വയർ ചെയ്യുന്നത് നേഴ്സിംഗ് ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം പിന്നീടാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഇൻറ്റൻസ് ട്രെയിനിങ് ഒക്കെ നാട്ടിൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും.
പിന്നെയുള്ളത് നമ്മൾ ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ഇൻ്റർവ്യൂസിന് പോവുക. ഈ പോസ്റ്റുകളിൽ നോക്കുക എവിടെയാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. നമുക്ക് അത്ര ഫിറ്റല്ല എന്ന് കണ്ടാലും ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ പോവുക, ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വരും. നമ്മുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡും നമ്മുടെ എക്സ്പെക്റ്റേഷനും കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുക. പിന്നെ ഓരോ സ്പെഷ്യാലിറ്റി നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഈ പോസ്റ്റിലേക്ക് എന്നാ റിക്രൂട്ട്മെൻറ്റ് വരുന്നതെന്ന് നോക്കുക. പിന്നെ സെക്കൻഡ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു റിഗറസ് റിക്രൂട്ട്മെൻറ്റും റിഗറസ് സെലക്ഷൻ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഒരു വേക്കൻസിയിൽ ഓൾറെഡി ഒരാൾ ആ ഒരു വേക്കൻസിയിൽ ഉണ്ടായിരിക്കും, സിക്കിൽ പോകുക അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവിൽ പോകുന്ന ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഒരു ഇൻ്ററിം ഫില്ലിങ് ഓഫ് സ്ലോട്ട് എന്ന് പറയും. അതിനാണ് സെക്കൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഗ്രാബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ശങ്കിക്കാതെ ഗ്രാബ് ചെയ്യുക അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമുക്ക് ഫർദർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഈ ട്രെയിനിങ് പോസ്റ്റിലേക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റർ മൊഡ്യൂൾ പ്രൈവറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ട് സ്വന്തം ഫണ്ട്, ഹോം സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഫീസ് അത്രയ്ക്ക് കൂടുതലല്ല. എന്നിട്ട് അങ്ങനെ ഫണ്ട് ചെയ്ത് ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ 1-2 മൊഡ്യൂൾ ചെയ്ത് കഴിയുമ്പം നമ്മളൊരു മാസ്റ്റർ ലെവൽ പ്രോഗ്രാമിൽ ആയി എന്നുള്ളതായി. അപ്പോൾ പിന്നെ നമുക്ക് ഫർദർ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പം നമുക്കതൊരു റീസണാണ് കാണിക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ മാസ്റ്റേഴ്സ്, സോ ഐ എം എലിജിബിൾ. ലൈക്ക് അങ്ങനെ നമ്മൾ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട് അഡ്വാൻസ് ലെവലിൽ. അത് ഈ പറയുന്ന പോലെ ലോക്കൽ ഗവൺമെൻറ്റ്സ് ആണ് അതിൻ്റെ പിന്നിൽ. എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നൊക്കെയുള്ളത്. അങ്ങനെ റിക്രൂട്ടഡ് ആയിട്ടുള്ളവർക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ തുടക്കകാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ സെൽഫ് ഫണ്ടഡ് ആയിട്ടാണ് മാസ്റ്റേഴ്സ് തുടങ്ങി. ഈ NHS ഫണ്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് സാലറി അല്ലേ, നമ്മുടെ സ്റ്റഡീസിന്റെ പൈസ NHS കൊടുക്കുകയും ചെയ്യും, അതുപോലെ നമുക്ക് സാലറിയും കിട്ടും, മന്ത്ലി സാലറി കിട്ടും. അതൊക്കെ ഇങ്ങനെ ബാൻഡ് 6 സാലറി ആണോ ബാൻഡ് 5? അത് ഡിപ്പെൻഡ്സ് ആണ് ഏത് പോസ്റ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-6-7 ഇയേഴ്സ് മുമ്പുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനി പോസ്റ്റിലേക്ക് വരുന്നവരെ ബാൻഡ് 7 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു മാസ്റ്റർ കോഴ്സ് പോലും ഒരു മൊഡ്യൂൾ പോലും ചെയ്യാത്തവരെ പോലും അവർ ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യും. അപ്പോൾ അവരും ബാൻഡ് 7 ആണ്. 7 ആയിട്ട് പിന്നെ ഫുൾ മാസ്റ്റേഴ്സ് അവർ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ചെയ്യിപ്പിക്കും. നമ്മളിപ്പോ നാട്ടിൽ നിന്നാണല്ലോ നഴ്സിംഗ് പഠിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യണ IELTS അങ്ങനെ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നുണ്ടോ? അതെയോ the basic idea behind advanced role is that our experience counts. അപ്പം അതിനകത്ത് ഒരു ക്രൈറ്റീരിയ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ആണ്. അതിന് പ്രയോറിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡാണ് ഒരു MSc ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ. അത് വർക്കൗട്ട് ആവുന്നില്ല ഇവിടെ. ഈ പർട്ടിക്കുലർ റോളിന് വേണ്ടിയുള്ള മാസ്റ്റർ മൊഡ്യൂളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരു കാര്യം. എന്തായിരുന്നു ചോദിച്ചത്? IELTS വേണമെന്ന്. ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് IELTS വേണ്ട. കാരണം ഇൻ തിയറി എല്ലാ NHS നേഴ്സും ഒരു CPD കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് IELTS വേണ്ട. കുറെ പിള്ളേർ ഇങ്ങനെ ഫിസിഷ്യൻ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. അതെന്താ ഈ ഫിസിഷ്യൻ അസോസിയേറ്റും അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടോ? അവരുടെ വർക്ക് വൈസ് ഒന്ന് തന്നെയാണ്. ഒരേ ഡെലിവറി സർവീസ് ആണ്. നമ്മൾ ട്രഡീഷണലി ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഗ്രേഡ് മെഡിക്കൽ സ്റ്റാഫ് ചെയ്തുകൊണ്ടിരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ അഡ്വാൻസ് പ്രാക്ടീഷണേഴ്സും ഫിസിഷ്യൻ അസോസിയേറ്റ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബേസിക്കലി ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അവർ എന്ത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് ഈ PA കോഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ PA കോഴ്സിലുള്ളവർക്ക് പ്രിസ്ക്രൈബിംഗ് ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അഡ്വാൻസ് റോൾ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബിംഗും കൂടെ ഉണ്ട്. അവർക്ക് പ്രിസ്ക്രൈബിംഗ് ഇല്ല. പക്ഷേ GMC അവരെ വളരെ സ്ട്രോങ്ലി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം വിതിൻ എ ഫ്യൂ ഇയേഴ്സ് ടൈം പ്രോബ്ലി ബൈ നെക്സ്റ്റ് ഇയർ അവർക്ക് പ്രിസ്ക്രൈബിംഗ് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷൻ ഒരു നല്ല ഒരു കരിയർ ഓപ്ഷനാണത്. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ നാട്ടിൽ BSc ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുത്ത ഒരാൾക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഫിസിഷ്യൻ അസോസിയേറ്റ് കോഴ്സ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ വരുന്നുണ്ട്. ഓവർസീസ് സ്റ്റുഡൻസ് വരുന്നുണ്ട് PA കോഴ്സ് ചെയ്യാൻ. ഞങ്ങൾക്ക് അവരുടെ പ്ലേസ്മെന്റ് വരാറുണ്ട് ഹോസ്പിറ്റലിൽ.
അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ NHS രജിസ്ട്രേഷൻ കൊടുക്കുന്നതാണ്. അതിന് എങ്ങനെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള? അതിന്റെ എന്തുമാത്രം കോമ്പറ്റേറ്റീവ് ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെയുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ റിക്രൂട്ട്മെന്റ് ഉണ്ട് ഓവർസീസ് സ്റ്റുഡൻസിന്. ഇപ്പം നമ്മൾ ഒത്തിരി പിള്ളേർ വരുന്നുണ്ടല്ലോ പല കോഴ്സുകൾ ചെയ്യാൻ. അതിലൊരു പോപ്പുലർ കോഴ്സാണ് PA, ഫിസിഷ്യൻ അസോസിയേറ്റ് കോഴ്സ്. നാട്ടിലിവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കുറെ പേര് ജനറൽ നഴ്സിംഗ് GNM കഴിഞ്ഞു വന്നിട്ടുള്ളവരാ, BSc ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ പറ്റും, നേരത്തെ പറ്റുന്നില്ലായിരുന്നു. GNMകാർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു CPD, സിഗ്നിഫിക്കൻറ്റ് CPD, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ പറ്റിയാൽ ഇവിടെ വന്ന് പല ഡിപ്ലോമ കോഴ്സുകളും അങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്. പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഇപ്പം യൂണിവേഴ്സിറ്റികൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പം GNM ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഇതിന്റെ ഈ പേ സ്കെയിൽ എങ്ങനെയാ ഓരോ ബാൻഡ് വെച്ചിട്ട് മാറുന്നതിനെ പറ്റി? ബാൻഡിങ്ങിനകത്ത് ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അത് നമ്മുടെ UK ഇതുവരെയും ഒരു പ്രോപ്പറായിട്ടൊന്നും സെറ്റ് ആയിട്ടില്ല. അതൊന്നും പല സ്ഥലങ്ങളിലും ബാൻഡിങ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ബാൻഡ് 7 ആണ് ഇനി അഡ്വാൻസ്ഡ് റോൾ. പക്ഷേ ട്രെയിനിങ് പോസ്റ്റിലേക്ക് ഇപ്പം ബാൻഡ് 6 ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. പിന്നെ ഫുള്ളി ട്രെയിനിങ് കഴിയുമ്പോൾ ബാൻഡ് 7. അതിൽ തന്നെ ഇംഗ്ലണ്ടിൽ ബാൻഡ് 8 ആവുന്നുണ്ട്. സെയിം പോസ്റ്റ്, സെയിം റെസ്പോൺസിബിലിറ്റി, സെയിം ജോബ്. സ്കോട്ട്ലൻഡിൽ ബാൻഡ് 7 ആകുമ്പോൾ ഇംഗ്ലണ്ടിൽ ബാൻഡ് 8 ആവുന്നുണ്ട്. അപ്പോൾ ബാൻഡിങ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതൊരു അഡ്വാൻസ് പ്രാക്ടീഷണർ റോൾ അല്ലെങ്കിൽ ANP അല്ലെങ്കിൽ CCP എന്ന് പറയുന്ന ഒരു ടൈറ്റിലല്ല. അതൊരു അഡ്വാൻസ് പെർഫോമൻസിനെയാണ് നമ്മൾ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇതൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ഇതൊരു റോളാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ബാൻഡ് 7 പോസ്റ്റിലാണ് ഒരു ANP വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി റോളിൽ. ഇപ്പം ഒരു 6-7 ഇയേഴ്സ് ആയിരുന്നിരിക്കത്തില്ല, 10 ഇയേഴ്സായി ആ പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും ഇനി വരുന്ന ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യുന്നത്. ആ ട്രെയിനീസ് വരുന്നത് ബാൻഡ് 7 ആയിട്ടാണ്. അവരുടെ പെർഫോമൻസ് സ്റ്റാറ്റസ് ഈ 6-7-8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൻ്റെ പെർഫോമൻസ് സ്റ്റാറ്റസിനേക്കാളും വളരെ കുറവായിരിക്കും. പക്ഷെ ദേ ആർ ഓൺ ദ സെയിം ബാൻഡ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ ബാൻഡ് കേട്ടിട്ട് ആളിൻ്റെ പെർഫോമൻസ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊക്കെ ഇനി ഒത്തിരി കാര്യങ്ങൾ ശരിയാവാനുണ്ട്. വർക്ക് പ്രഷർ ഉണ്ട്. അതൊരു സബ്ജക്റ്റീവ് മാറ്റർ ആണല്ലോ. നമ്മൾ എങ്ങനെയാണ് വർക്ക് ലോഡിനെ എടുക്കുന്നത് എന്നുള്ളത്. ഡിമാൻഡിങ് ആണ്, ചലഞ്ചിങ് ആണ്, നല്ല വർക്ക് ലോഡുണ്ട്. നമ്മളെ ട്രെയിനിങ് പീരീഡ് അത്ര ഈസി അല്ല. പിന്നെ നമ്മൾ ഏത് ഏരിയയിലേക്ക് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലോഡിന് താരതമ്യേന എന്ന് പറയുന്ന കുറവെന്ന് പറയാം. എന്നാലും നമ്മൾ ഫുള്ളി ഫങ്ഷനിങ് റോളിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഒത്തിരി ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്, അതിൻ്റേതായ വർക്ക് ലോഡ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണോ ജോലി വരുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ സെക്കൻഡറി കെയർ, അതായത് ഹോസ്പിറ്റലിൽ ഉള്ള വർക്ക് റോളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ A&E അല്ലെങ്കിൽ കാർഡിയോളജി, കാർഡിയോതൊറാസിക് അങ്ങനെയുള്ള ഏരിയാസിൽ 24/7 ആണ് കെയർ. അല്ലാത്ത സ്പെഷ്യാലിറ്റിയിലുണ്ട്. ഇപ്പം GP പ്രാക്ടീസിൽ പോവുകയാണെങ്കിൽ അവിടെ മൺഡേ ടു ഫ്രൈഡേ ആണ്. ഇപ്പം GMed ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റും കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഏത് ഏരിയയാണോ, ഏത് സ്പെഷ്യാലിറ്റി ആണോ അവിടുത്തെ വർക്ക് പാറ്റേൺ, ഷിഫ്റ്റ് പാറ്റേൺ അനുസരിച്ച് നമ്മുടെ വർക്ക് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. ആക്ച്വലി നിങ്ങളും ഡോക്ടറും തമ്മിലുള്ള നിങ്ങളുടെ ജോബ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നതാ? വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. ട്രെയിനിങ് വ്യത്യാസമുണ്ടല്ലോ. പിന്നെ ഡോക്ടേഴ്സിന് പിന്നെ വളരെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഡെവലപ്മെൻ്റ് ഉണ്ട്. അവർ കൺസൾട്ടൻറ്റ് ലെവലിലേക്ക് അവരെത്തും. പക്ഷേ നമ്മൾ ഫങ്ഷനിങ് ലെവൽ ഓഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെയിനി അഡ്വാൻസ് പ്രാക്ടീഷണർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു FI1 FI2 ലെവൽ ഓഫ് ഡോക്ടേഴ്സ്, അതായത് ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ലെവലിലാണ്. പിന്നെ ഫർദർ ഡെവലപ്മെൻറ്റും ട്രെയിനിങ്ങും എല്ലാം കഴിയുമ്പോൾ നമ്മളൊരു മിഡിൽ ഗ്രേഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മളൊരു രജിസ്ട്രാർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറിൻ്റെ ലെവലിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. നമ്മൾ പിന്നെ ഡോക്ടേഴ്സ് അല്ല, പക്ഷെ ആ ലെവലിലാണ് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടർ എന്ന് പറയുന്നത് ഇനി ഫർദർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പോസ്റ്റിലിരിക്കും നമുക്ക് ഒത്തിരി ഈ മെഡിക്കൽ സ്റ്റുഡൻസിനെ കിട്ടും. 5th ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റിന് പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ F1 F2 ഒക്കെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട് വരും. പക്ഷെ അവർ നമ്മൾ ട്രെയിനിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒത്തിരി. അവരുടെ ട്രെയിനിങ്ങിന് നമ്മൾ തീർച്ചയായിട്ടും മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മളൊരു വലിയ ഇൻപുട്ടാണ്.
ഈ റോളിൽ. പക്ഷേ ഒരു കാലത്ത് നമ്മൾ ട്രെയിൻ ചെയ്തോട്ട് ഈ പിള്ളേർ നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ട് വരും. അപ്പൊ അതാണ് വ്യത്യാസം. നമ്മൾ ചേച്ചി ഇതിന്റെ ട്രെയിനിങ്ങിനെ പറ്റി ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? നമുക്ക് എത്ര മണിക്കൂർ ഒരാഴ്ച നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. പഠിക്കാൻ അത്യാവശ്യമുണ്ട്. നമ്മൾ സത്യം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ പോസിബിൾ ആണ്. നമ്മുടെ മിക്ക നേഴ്സസും നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ നമുക്ക് നാട്ടിൽ എൻട്രൻസ് എഴുതി മെഡിസിൻ കിട്ടാത്ത ഒത്തിരി പേര് നേഴ്സിംഗിലേക്ക് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്കൂൾ ഫൈനലും കോളേജിലൊക്കെ 80% 90% ഒക്കെ മാർക്ക് വാങ്ങി വന്നവരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെ ഒരു അക്കാഡമിക് സ്കില്ലുണ്ട് പഠിക്കാനായിട്ട്. ഫാമിലി കാരണങ്ങൾ കൊണ്ടൊക്കെ ഒത്തിരി പേര് അങ്ങനത്തെ ഡ്രീംസൊക്കെ മാറ്റി വെച്ചവരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ അത് ഓരോന്നും മൊഡ്യൂൾ വൈസാണ്. ഓരോ മൊഡ്യൂളും ഇപ്പോൾ ഓരോ പർട്ടിക്കുലർ ജോബിനും പറ്റിയ മൊഡ്യൂൾസ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നൊരു ഹോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. നമുക്ക് മിനിമം ഒരു അഡ്വാൻസ് റോളിൽ ഒരു ട്രെയിനി പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എന്നാ പറയുക അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണറായിട്ടൊരു കോഴ്സ് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു 3-4 മൊഡ്യൂൾസ് ഉണ്ട്. അതിലൊന്ന് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്, പിന്നെ ഒന്ന് പത്തോഫിസിയോളജിയാണ്, പിന്നെ പ്രിസ്ക്രൈബിങ്. ഇത് മാൻഡേറ്ററി ആണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇതിനോട്ട് ആഡ് ഓൺ ചെയ്യും, ബാക്കി റിക്വയർമെൻറ്റ്സ് ഒക്കെ. പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മാത്രം നമ്മളെ അഡ്വാൻസ് റോളിന് ഫിറ്റ് ആക്കില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇൻ ഹൗസ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ കോഴ്സിന് ഒരാൾ യൂണിവേഴ്സിറ്റി പോയി ഒരു സർട്ടൻ ലെവലിൽ അവിടുത്തെ ലേണിംഗ് അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളൂ. പിന്നെ നമ്മുടെ ഓൺ ക്ലിനിക്കൽ ഏരിയയിലാണ് ഇൻഡെപ്ത് ആയിട്ട് നമ്മളത് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ ഹൗസ് ട്രെയിനിങ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികളിലേക്ക് റേഡിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷനും അങ്ങനെയുള്ള മൊഡ്യൂൾസൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റോളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്റേ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ CT സ്കാൻ ഇൻ്റർപ്രിട്ടേഷൻ അതൊക്കെ ചെയ്യാനുള്ള ട്രെയിനിങ്ങും നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ ഇൻ ഹൗസ് ട്രെയിനിങ് എന്ന് പറയും. നമ്മുടെ തന്നെ ക്ലിനിക്കൽ ഏരിയയിൽ നമ്മുടെ തന്നെ സീനിയേഴ്സ്, ഡോക്ടേഴ്സ്, കൺസൾട്ടൻറ്റ് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് മാത്രമല്ല, അതിന് ഈക്വലൻറ്റോ അതിൽ കൂടുതലായിട്ടോ ഇൻ ഹൗസ് ട്രെയിനിങ് നടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏത് ക്ലിനിക്കൽ ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ റോളിലേക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന വിളിച്ചുകൊണ്ട് നമുക്ക് ഈസിയാണ് പഠിക്കാനും ഒക്കെ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റഡി ചലഞ്ചിങ് ആണ്, ഡിമാൻഡിങ് ആണ്. ചേച്ചി ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഇത് പഠിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് വേറെ വല്ല സ്പെഷ്യലൈസേഷൻ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളെ പറ്റി അറിയാവോ? നഴ്സിംഗ് കരിയർ ഡെവലപ്മെൻറ്റിന് വേറെ ഒത്തിരി കോഴ്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഈ ടോപ്പിക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ സ്കോപ്പിൽ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്, അതായത് ഉദാഹരണമായിട്ട് നേഴ്സ് സ്പെഷ്യലിസ്റ്റുകളാകാം, ഡയബറ്റിക് നേഴ്സ്, ഓൺകോളജി നേഴ്സ് സ്പെഷ്യലിസ്റ്റ്, വളരെ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ ഫോക്കസ്ഡ് ഓൺ സിംഗിൾ സ്പെഷ്യാലിറ്റി, ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസാണ്. അതിങ്ങനെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരേ വർഷങ്ങൾ വർക്ക് ചെയ്തവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് ചേച്ചി. കാരണം കുറേ ഇൻഫോർമേഷൻസ് ഇപ്പോൾ എനിക്കിപ്പോൾ പകുതിയൊന്നും, ഞാൻ നഴ്സിംഗ് ഫീൽഡ് അല്ലാത്തതുകൊണ്ട് പകുതിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ഒരു നഴ്സായിട്ടുള്ള ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. കാരണം കുറേ ഡൗട്ടുകളുണ്ട്, കുറേ പേർക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെങ്ങനെ ചെയ്യണം, ഏതൊക്കെ വഴിക്കൂടിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വീഡിയോയ്ക്ക് കുറേ ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഓരോ ഫീൽഡ് വെച്ച് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചേച്ചി താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്ക് ഐഡിയും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തേക്കാം. നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ മതി. എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. Okay, thank you so much for watching. Thank you. Bye.